ഗുഡ് മോർണിംഗ് ഓൾ. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 18 തിങ്കളാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റിലേക്ക്. US-ലെ 3 മാർക്കറ്റുകളും നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്ത്. US മാർക്കറ്റുകൾ തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റുകളും നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തത്. വെള്ളിയാഴ്ച ടെക്നോളജി ഇൻഡെക്സ് 1.3% ഇടിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകൾ ചെറിയ പോസിറ്റിവിറ്റിയിലാണ് എന്നത് പ്രതീക്ഷ നൽകുന്നു. എന്തായാലും ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റിയിൽ സൂചിപ്പിക്കുന്നത് ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിനാണ്. 80 മുതൽ 90 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ആഴ്ചയിലെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഇവന്റ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഫെഡറൽ മീറ്റിംഗ്. ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. മാത്രമല്ല വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചെയ്യുക. ആദ്യത്തെ സെഗ്മെന്റിലേക്ക്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളിലേക്ക്. ഇന്നത്തെ ഏറ്റവും ഫോക്കസിലുള്ള വാർത്ത ലോക്സഭാ ഇലക്ഷന്റെ തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 7 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുക. ആദ്യഘട്ടം ഏപ്രിൽ 1-നാണ് 102 മണ്ഡലങ്ങളിലേക്ക്. രണ്ടാം ഘട്ടം ഏപ്രിൽ 26 89 മണ്ഡലങ്ങളിലേക്ക്. മെയ് 7-ന് മൂന്നാം ഘട്ടമാണ് 94 മണ്ഡലങ്ങളിലേക്ക്. മെയ് 13-ന് നാലാം ഘട്ടമാണ് 96 മണ്ഡലങ്ങളിലേക്ക്. അഞ്ചാം ഘട്ടം 49 മണ്ഡലങ്ങളിലേക്ക് മെയ് 20-നാണ്. മെയ് 25-ന് ആറാം ഘട്ടം 57 മണ്ഡലങ്ങളിലേക്ക്. ജൂൺ 1-ന് ഏഴാം ഘട്ടം 57 മണ്ഡലങ്ങളിലേക്ക്. കേരളത്തിൽ ഏപ്രിൽ 26-നാണ് വോട്ടെടുപ്പ് നടക്കുക. വോട്ടെണ്ണൽ ജൂൺ 4-ന്. വലിയ ഇലക്ഷൻ ചൂടിലേക്കാണ് ഇനി വരുന്ന മാസങ്ങൾ പോകാനിരിക്കുന്നത്. മാത്രമല്ല മാർക്കറ്റിനെ സംബന്ധിച്ചും നിർണായകമായ ഒരു മാസം തന്നെയാണ് ഇനി വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യയുടെ മാർക്കറ്റ് റെഗുലേറ്ററായ സെബി സ്റ്റോക്ക് ട്രേഡിങ്ങുകൾക്കായി ഒരേ ദിവസത്തെ സെറ്റിൽമെൻറ്റുകൾ പൂർണ്ണമായും നടപ്പിലാക്കുന്നത് വൈകിക്കാൻ തീരുമാനിച്ചു. പകരം 25 സ്റ്റോക്കുകളും തിരഞ്ഞെടുത്ത ഒരു കൂട്ടം ബ്രോക്കർമാരും മാത്രം ഉൾപ്പെടുന്ന ഒരു പരിമിതമായ ലോഞ്ച് ഉപയോഗിച്ച് ഇത് എത്രത്തോളം നന്നായി പ്രവർത്തിക്കുമെന്ന് പരിശോധിക്കും. 3-6 മാസങ്ങൾക്ക് ശേഷം അടുത്ത ഘട്ടങ്ങൾ തീരുമാനിക്കുന്നതിന് മുൻപ് സെബി പുരോഗതി വിലയിരുത്തും. ഒരേ ദിവസത്തെ സെറ്റിൽമെൻറ്റുകൾ തങ്ങൾക്ക് ചിലവേറിയതായിരിക്കുമെന്നും വിപണിയെ തടസ്സപ്പെടുത്തിയേക്കാമെന്നും വിശ്വസിക്കുന്ന ഓഫ്ഷോർ നിക്ഷേപകർ ഉന്നയിച്ച ആശങ്കകളെ തുടർന്നാണ് ഇപ്പോൾ സെബി എടുത്തിരിക്കുന്ന ഈ തീരുമാനം. എന്തായാലും വരുന്ന മാസങ്ങളിൽ T+0 സെറ്റിൽമെൻറ്റിൻ്റെ പുരോഗതികൾ നമുക്ക് അറിയാൻ കഴിയും. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇവൻറ്റ്സിലേക്കാണ്. ഫെഡറൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഈ ആഴ്ചയാണ്, അതുകൊണ്ട് നിർണായകമായ ഒരാഴ്ച തന്നെയാണ്. തിങ്കളാഴ്ച മാർച്ച് 18-ന് ചൈന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ വരുന്നുണ്ട്. മാർച്ച് 19 ചൊവ്വാഴ്ച ബാങ്ക് ഓഫ് ജപ്പാൻ പോളിസി കോൾ വരുന്നുണ്ട്. മാർച്ച് 20 ബുധനാഴ്ച ഫെഡറൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. യൂറോസോൺ കൺസ്യൂമർ കോൺഫിഡൻസ് ഫ്ലാഷ് ഡാറ്റയുണ്ട്. മാർച്ച് 21 വ്യാഴാഴ്ച ഇന്ത്യ മാനുഫാക്ചറിംഗ് PMI ഫ്ലാഷ് ഡാറ്റ. അന്നേ ദിവസം തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുമുണ്ട്. ECB ജനറൽ കൗൺസിൽ മീറ്റിംഗ് അന്നാണ്, അതായത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ജനറൽ കൗൺസിൽ മീറ്റിംഗ് അന്നേ ദിവസം തന്നെയാണ്. US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസും വ്യാഴാഴ്ച തന്നെയാണ്. വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ ബാങ്ക് ലോൺ ഗ്രോത്ത് റേറ്റ് വെള്ളിയാഴ്ചയാണ്, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിഫ്റ്റി 22,023-ൽ 123 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച രാവിലെ 21,931 എന്ന ലോ ടച്ച് ചെയ്തിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ ഒരു റിക്കവറി വന്നതിന് ശേഷമാണ് 22,000 എന്ന മാർക്കിലേക്ക് വീണ്ടും നിഫ്റ്റി തിരിച്ചു കയറുന്നത്. പ്രധാനപ്പെട്ട സപ്പോർട്ടായ 21,900 മുതൽ 21,860 വരെയുള്ള ലെവൽ ഹോൾഡ് ചെയ്യാൻ സാധിച്ചു എന്നതൊരു പോസിറ്റീവ് തന്നെയാണ്. 40-ഡേ എക്സ്പെണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഉള്ള 41,970 അത് ടച്ച് ചെയ്ത് വീണ്ടും മുകളിലേക്ക് കയറാൻ കഴിഞ്ഞു എന്നതും മറ്റൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. പക്ഷേ ഷോർട്ട് ടേമിലേക്ക് നിഫ്റ്റി വീക്കായി തന്നെ തുടരും എന്നാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് എന്നത് 50 DMA ഉള്ള 21,850 മുതൽ 21,900 വരെയുള്ള റേഞ്ചാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 22,215 മുതൽ 22,250 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. മാത്രമല്ല നിഫ്റ്റിയുടെ അസെൻഡിങ് ചാനൽ പാറ്റേൺ ബ്രേക്ക് ചെയ്തിരിക്കുന്നു എന്നത് ഒരു വീക്ക്നെസ്സിൻ്റെ സൂചന തന്നെയാണ്. അടുത്തത് ഡെയിലി ക്യാൻഡിൽ. അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. വീക്ക്ലി ചാർട്ടിൽ ഒരു ലോങ് ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ 4 ആഴ്ചത്തെ വീക്ക്ലി ഗെയിന് നിഫ്റ്റി അവസാനിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. അതും 2.09% ഇടിഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം 23,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 22,000 സ്ട്രൈക്കിലും അതിനുശേഷം 22,500 സ്ട്രൈക്കിലും. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,800 സ്ട്രൈക്കിലും അതിനുശേഷം 21,200 സ്ട്രൈക്കിലുമാണ്.
വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,000 റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,500 അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 22,200 എന്ന ATM സ്ട്രൈക്കിൽ 33% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. അതായത് ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 140% വർധനവ് കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത്. 21,950 സ്ട്രൈക്കിൽ 350% വർധനവ് കാണാം. ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 833% വർധനവാണുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 22,250 സ്ട്രൈക്കിൽ 166% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ വളരെ ശക്തമായ ഒരു റൈറ്റിംഗ് ആണ്. 1,059% വർധനവ് കോൾ സൈഡിൽ കാണാം. നല്ലൊരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. ഈ 3 സ്ട്രൈക്കുകളും മാത്രം കമ്പയർ ചെയ്യുമ്പോൾ കോൾ സൈഡാണ് കുറച്ച് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് കുറച്ച് കൂടുതൽ സ്ട്രെങ്ത്തോടു കൂടി നിൽക്കുന്നത് എന്ന് കാണാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് 46,594 0.4% ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഒരു വോളറ്റൈൽ ട്രേഡിംഗ് സെഷൻ ആയിരുന്നു നമുക്ക് വെള്ളിയാഴ്ച കാണാൻ സാധിച്ചത്. മാത്രമല്ല ഒരു ഡോജി ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഇൻഡിസിഷൻ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നതും. കഴിഞ്ഞ ആഴ്ച നോക്കിയാൽ ചെറിയ വിക്കോട് കൂടിയ ഒരു ലോങ് ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. 20-ഡേ മൂവിംഗ് ആവറേജുള്ള 47,000 ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ള ഒരു ലെവലായി കാണുന്നത്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 46,500 മുതൽ 46,300 വരെയുള്ള ലെവലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 47,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത ആദ്യത്തെ സ്ട്രൈക്ക് ബാങ്ക് നിഫ്റ്റിയിൽ. അതിനുശേഷം 48,000 അതിനുശേഷം 47,500 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 45,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,500 സ്ട്രൈക്കും അതിനുശേഷം 45,500 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 47,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 46,500. ഇന്ത്യ വിക്സിലേക്ക് 13.69 എന്ന നിലയിൽ 0.50% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് BMCയിൽ നിന്നും വിതരണം, ഇൻസ്റ്റലേഷൻ, ടെസ്റ്റിംഗ്, കമ്മീഷൻ ചെയ്യൽ, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്നിവയ്ക്കായി ഗ്രേറ്റർ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നും 351.95 കോടി രൂപയുടെ വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. മറ്റൊരു വാർത്ത ഡോക്ടർ ലാൽപത് ലാബ്സിനെ സംബന്ധിച്ചതാണ്. 2024 മെയ് 21 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും പ്രധാന മാനേജറിയൽ ഉദ്യോഗസ്ഥനുമായി ശാഖ ബാനർജിയെ പുനർനിയമനത്തിന് ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി എന്നൊരു വാർത്ത. മറ്റൊരു കമ്പനി KPI ഗ്രീൻ എനർജിയാണ്. 100 മെഗാവാട്ട് AC സോളാർ പവർ പ്രോജക്ട് വികസിപ്പിക്കുന്നതിനുള്ള മഹാരാഷ്ട്ര സ്റ്റേറ്റ് പവർ ജനറേഷനിൽ നിന്നും ഒരു ടെൻഡർ കമ്പനിക്ക് ലഭിച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത കൂടി. മറ്റൊരു കമ്പനി HAL ആണ്. ഏകദേശം 2,890 കോടി രൂപ ചെലവിൽ 25 ഡോർണർ എയർക്രാഫ്റ്റുകളുടെ മിഡ് ലൈഫ് അപ്ഗ്രഡേഷന് ഉള്ള ഒരു കരാർ ഇന്ത്യൻ നാവികസേനയുമായി HAL ഒപ്പിട്ടു എന്നൊരു വാർത്ത. മറ്റൊരു കമ്പനി KSB ആണ്. മഹാരാഷ്ട്ര എനർജി ഡെവലപ്മെന്റ് ഏജൻസിയിൽ നിന്ന് 2,500 സോളാർ വാട്ടർ പമ്പിംഗ് സിസ്റ്റങ്ങൾക്കായി 63.22 കോടി രൂപയുടെ ഒരു ഓർഡർ KSBക്ക് ലഭിച്ചു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, BHEL, മണപ്പുറം ഫിനാൻസ്, നാഷണൽ അലുമിനിയം, പിരാമൽ എന്റർപ്രൈസസ്, RBL ബാങ്ക്, സെയിൽ, ടാറ്റ കെമിക്കൽസ്, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. 10 മണി മുതൽ 3:30 വരെ നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കും. ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഷനാണ്. മാത്രമല്ല ഈ ഒരു മാർക്കറ്റ് ടൈം ഉടനീളം നിങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. കൂടാതെ ഇനി നിങ്ങൾക്ക് ലൈവ് കാണാൻ കഴിയില്ല എങ്കിൽ അതുമാത്രമല്ല, രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്ക്. ജംന ഓട്ടോ മാർച്ച് 15 നമ്മൾ എൻട്രി എടുക്കുന്നത്. വെള്ളിയാഴ്ച 120.35 എന്ന നിലയിൽ നിന്നും ഫസ്റ്റ് ടാർഗറ്റായ 125 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 3.3% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്ത സ്റ്റോക്കും ഇൻട്രാഡേയിൽ നമ്മുടെ 2 ടാർഗറ്റിനരികെ എത്തിയൊരു സ്റ്റോക്കാണ് ഇർക്കോൺ. അതായത് ഇൻട്രാഡേയിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് 205 എന്ന നിലയിലായിരുന്നു. 219 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 6.3% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ഇർക്കോണിൽ ലഭിച്ചത്. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് സോളാർ ഇൻഡസ്ട്രീസ് ആയിരുന്നു. മാർച്ച് 14 നമ്മൾ എൻട്രി എടുക്കുന്നത്.
8,062 എന്ന നിലയിൽ നിന്നും 8,989 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഏകദേശം 11% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. വെറും 2 ദിവസം കൊണ്ടാണ് ഈ 11% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത് എന്ന് ഓർക്കുക. ഒരുപാട് സ്റ്റോക്കുകൾ ഇപ്പോൾ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഒക്കെ ഒരുപാട് ഫ്ലക്ച്വേഷൻസ്, വൊളറ്റാലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പല സ്റ്റോക്കുകളും നിങ്ങളുടെ ഡൗണിൽ തന്നെ ആയിരിക്കും, പക്ഷേ തിരിച്ച് കയറി വരിക തന്നെ ചെയ്യും. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 848 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച ബൈ ചെയ്ത്. DIs ആവട്ടെ 682 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തിരിക്കുന്നു. FIS വീണ്ടും ബൈയിങ്ങിലേക്ക് തിരിച്ചു വന്നു എന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാം. US മാർക്കറ്റുകൾ വെള്ളിയാഴ്ച റെഗുലർ സെഷനിൽ ക്ലോസ് ചെയ്ത് യുഎസിലെ 3 ഇൻഡെക്സുകളും നെഗറ്റീവിലായിരുന്നു. ഡൗ ജോൺസ് 0.49% ഇടിഞ്ഞത്. നാസ്ഡാക്ക് 0.96% ഇടിഞ്ഞു. S&P 500 0.65% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച മെഗാ ക്യാപ് ടെക് സ്റ്റോക്കുകളാണ് ഇടിഞ്ഞത്. ഈ ആഴ്ച പ്രധാനപ്പെട്ട ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം യുഎസിലെ ടെക്നോളജി ഇൻഡെക്സുകൾ 1.3% ഇടിഞ്ഞത്. സെമി കണ്ടക്ടർ ഇൻഡെക്സ് 0.5% ഇടിഞ്ഞു. അഡോബ് 13.7% ഇടിഞ്ഞത്. മൈക്രോസോഫ്റ്റ് 2.1% ഇടിവ് രേഖപ്പെടുത്തി. ഇനി എൻവിഡിയെ സംബന്ധിച്ച് മാർച്ച് 18 മുതൽ 21 വരെ എൻവിഡിയയുടെ GTC ഡെവലപ്പർ കോൺഫറൻസ് ഉണ്ട്. ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്ന ഒരു ഇവന്റ് തന്നെയാണത്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആഴ്ചയിലെ ഇവന്റായ US ഫെഡറൽ റിസർവ് മീറ്റ്. CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരം ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റമില്ലാതെ തുടരാൻ 99% സാധ്യതയാണുള്ളത്. ജൂണിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത് 55%. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ടെക് സൈഡിൽ ഇൻഫോസിസ് 2.21% ഇടിവാണ് ഉണ്ടാക്കിയത്. വിപ്രോ 0.57% നേട്ടമുണ്ടാക്കി. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.08% ഇടിവുണ്ടാക്കിയപ്പോൾ HDFC ബാങ്ക് 0.38% ഇടിഞ്ഞു. ആക്സിസ് ബാങ്ക് വീണ്ടും 1.42% ഇടിഞ്ഞത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ്. ഡൗ ജോൺസ് 0.09% ഇടിവിലാണ്. S&P 500 0.05% നേട്ടത്തിലും. നാസ്ഡാക്ക് 0.13% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഫെഡറൽ റിസർവിന്റെയും അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന നിരക്ക് തീരുമാനങ്ങൾക്ക് മുന്നോടിയായി പണപ്പെരുപ്പത്തിന്റെ പാതയിൽ നിക്ഷേപകർ ജാഗ്രത പാലിക്കുന്നതിനാൽ വെള്ളിയാഴ്ച യൂറോപ്യൻ വിപണികൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിൽ UK മാർക്കറ്റ് FTSE 0.20% ഇടിഞ്ഞത്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.03% ഇടിഞ്ഞു. സ്റ്റോക്ക് 600 0.02% ഇടിഞ്ഞപ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് CAC മാത്രമാണ് ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത് 0.04% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ടെലികോം സെക്ടറാണ് അവിടെ നേട്ടമുണ്ടാക്കിയത്. വെള്ളിയാഴ്ച 1.5% ഉയർന്നു. ഹൗസ് ഹോൾഡ് സെക്ടർ 1.8% ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ്. ഡാക്സ് 0.07% ഇടിവിലാണ്. CAC 0.01% ഇടിവിലും. FTSE 0.01% തന്നെ ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ സെൻട്രൽ ബാങ്ക് മീറ്റിങ്ങുകൾക്ക് മുന്നോടിയായി ഏഷ്യ പസഫിക് മാർക്കറ്റുകൾ ഒരു മിക്സഡ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ യോഗം ചൊവ്വാഴ്ച അവസാനിക്കും. നിരക്ക് 4.35 നിലനിർത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ബാങ്ക് ഓഫ് ജപ്പാന്റെ പലിശ നിരക്ക് ചൊവ്വാഴ്ചയാണ്. നെഗറ്റീവ് പലിശ നിരക്ക് നയത്തിൽ നിന്ന് പുറത്തു കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ബെഞ്ച് മാർക്ക് നിരക്ക് -0.1% നിന്ന് 0% ഉയർത്തുമെന്ന് റോയിറ്റേഴ്സ് പോൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും പലിശ നിരക്കുകൾക്ക് മുന്നോടിയായി ഓപ്പൺ ചെയ്ത ജപ്പാൻ മാർക്കറ്റ് നിക്കി 2.13% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റ് 0.48% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ മാർക്കറ്റ് 0.51% നേട്ടത്തിലും. സിംഗപ്പൂർ മാർക്കറ്റ് 0.07% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,049.50 എന്ന നിലയിലാണ്. 47 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്കൊരു 80 മുതൽ 90 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ആണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഓയിൽ പ്രൈസുകൾ വെള്ളിയാഴ്ച ഓയിൽ പ്രൈസുകൾ ഇടിയുകയുണ്ടായി. പക്ഷേ കഴിഞ്ഞ ആഴ്ച നേട്ടത്തിലായിരുന്നു ഓയിൽ ക്ലോസ് ചെയ്തത്. ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $85.42 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.08% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $80.73 പെർ ബാരൽ എന്ന നിലയിൽ 0.19% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകൾ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.